ഇനി കളിയിക്കാവിള കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ ഈ കൊലപാതകത്തിൽ വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കൂട്ടുപ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. തെർമോകോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്തറുത്തത് എന്ന പ്രതിയുടെ മൊഴിയും വരുന്നു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, തുടക്കം മുതൽ തന്നെ പോലീസ് സംശയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ അമ്പിളി എന്ന് പറയുന്ന സജികുമാറിന് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാനുള്ള കെൽപ്പുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് വലിയ രീതിയിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇയാളുടെ മൊഴികളിലെ വൈരുദ്ധ്യം സംബന്ധിച്ച് പോലീസ് ഒരു ആശയക്കുഴപ്പം പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളെ കണ്ട പോലീസ് തന്നെ പറഞ്ഞിരുന്നു, എന്താണെങ്കിലും സത്യം പുറത്തു വരാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരും, കുറേ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്, ഇതെല്ലാം മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് പോലീസ് തന്നെ സമ്മതിച്ചതാണ്. ഇപ്പോൾ പുതിയൊരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്താൻ പ്രേരിപ്പിച്ച തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം നേരത്തെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യമാണ് നമുക്ക് കിട്ടിയത്. ഇതല്ല എന്ന് സ്ഥിരീകരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ആ സംശയത്തിലേക്ക് എത്തവണ്ണം എന്തെങ്കിലും ഒരു തെളിവ് പോലീസിന് പുതുതായി ലഭിച്ചിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലീഡ് എന്താണ്? സേതു, അതായത് നേരത്തെ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന CCTV ദൃശ്യം കണ്ടതാണ്. കൊല നടത്തിയ കാറിൽ നിന്ന് അമ്പിളി എന്ന് വിളിപ്പേരുള്ള സജികുമാർ ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചത്. അത് ഒരു മെഡിക്കൽ സ്റ്റോറിലെ ദൃശ്യമാണ്. അതായത് ഈ മെഡിക്കൽ സ്റ്റോറിൽ അമ്പിളി എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പടന്താലുമൂട്ടിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ദൃശ്യമാണ്. അവിടെയാണ് ആ മെഡിക്കൽ സ്റ്റോറിൽ എത്തിയിട്ടാണ് ഇത്തരത്തിൽ കൊലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിച്ചത്, അതായത് ഈ ബ്ലേഡ് ഉൾപ്പെടെ വാങ്ങിച്ചത് എന്നുള്ള ഒരു സൂചനയും പോലീസ് പറയുന്നുണ്ട്. ഇതിന് ഒരു സഹായി ആയിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ തെർമോകോൾ മുറിക്കുന്ന ഒരു ബ്ലേഡ് ഉണ്ട്, അതുപയോഗിച്ചാണ് കഴുത്തറുത്തതെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതി പോലീസിന് മൊഴി നൽകിയതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ സർജിക്കൽ ഉപകരണം നൽകിയത് ആര് എന്നൊരു ചോദ്യം പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം പൂങ്കുളം സ്വദേശിയായ സുനിൽ കുമാറിലേക്ക് അന്വേഷണം എത്തുന്നത്. നിലവിൽ ഇപ്പോൾ സുനിൽ കുമാറിനെ അന്വേഷിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ സുനിൽ കുമാർ നിലവിൽ ഒളിവിലാണെന്നുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ശരി അഞ്ജു, അങ്ങനെ കളിയിക്കാവിള കൊലപാതകത്തിൽ പുതിയ ലീഡുകളിലേക്ക് പോലീസ് എത്തുകയാണ്, പുതിയ നിഗമനങ്ങളിലേക്ക് എത്തുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഒരാളല്ല മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, രണ്ടുപേർ ഈ കൃത്യത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് പോലീസ്. വരും മണിക്കൂറുകളിൽ ഇതിലൊരു വ്യക്തത കൈവന്നേക്കും.